അങ്ങനെ നമുക്കേ കൂന് കറി വെക്കാൻ എങ്ങനെയാണ് പറഞ്ഞതാ അമ്മ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ചിക്കൻ കറി വെക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് പെരിഞ്ചീരകം കൂട്ടും. അപ്പം നമ്മൾ അതിലേക്ക് സവോള അരി വെച്ചതിന് ഇടുന്നു. കുറച്ച് കറുവേപ്പില ഇടുന്നുണ്ട്. അങ്ങനെ സവോള ഒരു വിധമായി നമ്മളിതാ ഈ തക്കാളി ഇതിലിട്ടു. ഇനി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചതച്ചത് ഇതാ ഇടണം. ഇതെല്ലാം കൂടി ചോക്കനയാവുമ്പോഴാണ് നമ്മൾ കൂന് മുറിച്ച് വെച്ചതിന് ഇടുള്ളൂ അല്ലേ. അങ്ങനെ അപ്പോൾ ഈ സവോള തക്കാളി നമ്മൾ ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടി എല്ലാം സെറ്റായി. ഇനി അമ്മ അതിലേക്ക് വേണ്ടുന്ന പൊടികളെല്ലാം ഇതാ ഇടുന്നു. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ആവശ്യത്തിന് കുറേശ്ശെ ചേർത്തണേ ഉള്ളൂ. അമ്മൻ്റെ നാടൻ വെപ്പാണ് അമ്മ വെക്കുന്നത്. കുറച്ച് ചിക്കൻ മസാല ഒരു മണത്തിന്, കുറച്ച് ഉപ്പും ഇതാ അതിൽ കൂടെ തന്നെ സെറ്റാക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പൊടിയൊക്കെ ഒരുവിധം ചോക്കനയാവുമ്പോൾ കൂന് ഇതിൽ തന്നെ ഇട്ടിട്ട് ഈ വെള്ളം ഇല്ലാണ്ട് ഈ എണ്ണയിൽ തന്നെ അതൊന്ന് കുരുട്ടിയെടുക്കും. അങ്ങനെ ഇതാ പൊടികളെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. മുളക് പൊടി മസാലപ്പൊടി എല്ലാം ഇട്ടത് സെറ്റായി. കൂന് ഇതാ ഒരുവിധം ചെറുതാക്കി മുറിച്ചിട്ട് നമ്മൾ അതങ്ങനെ ഇതാ ഇട്ട് കൊടുക്കണം. അങ്ങനെ കൂന് ഇതാ വെന്ത് റെഡിയായി. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത് അമ്മ ഒഴിക്കുന്നുണ്ട്, ചേർത്തുണ്ട്. അത് ഒരു എന്താ പറയുക കൂട്ടാൻ ഒരു കൊഴുപ്പ് കിട്ടാനാണ് അത് ഒഴിക്കുന്നത്. കൊഴുപ്പും കിട്ടും, ടേസ്റ്റും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ തേങ്ങൻ്റെ 2-ാം പാലും ഒഴിക്കുന്നു. അതിനെ കൂട്ടാൻ റെഡിയായി. ഇനി ഇതിൽ നമ്മൾ മുറിച്ച് വെച്ചതാ മല്ലിയില ഇട്ടിട്ടുണ്ട്. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കാൻ പറ്റില്ല. അത് ഒഴിച്ച കറി ഓഫാക്കി വെക്കലാണ് പിന്നത്തെ പണി. അപ്പോൾ 1-ാം പാൽ ഒഴിച്ചു അല്ലേ? അങ്ങനെ കൂട്ടാൻ റെഡിയായി. തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി നമ്മൾ അധികം തിളയ്ക്കാണ്ട് ഇതാ അമ്മ തിള വരുന്നത് ഓഫാക്കുകയാണ്. നമ്മൾ ദോശ, ചപ്പാത്തി, പൊറോട്ട എല്ലാ സാധനത്തിനും നമ്മൾക്ക് ഈ കറി വെച്ചാൽ സൂപ്പറായിരിക്കും, നന്നായിരിക്കും. എൻ്റെ മക്കളും വെച്ച് നോക്കി എന്നിട്ട് അമ്മയ്ക്ക് ആ വിവരങ്ങൾ തരും.